കൊച്ചി താന്തോണി തുരുത്തു നിവാസികളോടുള്ള സർക്കാർ അവഗണന തുടരുകയാണ്. 3 ദിവസമായിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. ഇന്നലെ അടിയന്തര യോഗം ചേരാമെന്ന മന്ത്രി പി രാജീവിന്റെ ഉറപ്പ് പാഴായി. ജിഡ ഓഫീസിന് മുന്നിലെ രാപ്പകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. ജിഡ ഓഫീസിന് മുന്നിൽ നിന്ന് സെയ്ഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു. സെയ്ഫുനിസ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, അവിടുത്തെയുള്ള മനുഷ്യർക്കെന്നറിയാം. കഴിഞ്ഞ 3 ദിവസമായി വലിയ പ്രതിഷേധത്തിലാണ്. പി രാജീവ് ഇന്നലെ അടിയന്തര യോഗം ചേരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഉറപ്പൊക്കെ പാഴ്വാക്കായോ? മന്ത്രിയുടെ കണ്ണിനു താഴെ നഗരത്തിൽ തന്നെ ഇത്തരത്തിലൊരു സമരം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അധികാരികൾക്കത് കണ്ണിൽ നിന്ന് നടിക്കാൻ കഴിയുന്നത്? അത്രമേൽ ലാഘവത്തോടുകൂടി ഇവരുടെ പ്രശ്നത്തെ സമീപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? സെയ്ഫുനിസ, പ്രതിഷേധക്കാരെന്തു പറയുന്നു ഇന്ന്? അരുൺകുമാർ, ഗോശ്രീ ഐലൻഡ്സ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന്റെ കാർ പോർച്ചിൽ 3 ദിവസമായി സമരം നടത്തുകയാണ്. പക്ഷേ ഇതുവരെ അധികാരികൾ ആരും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓരോരുത്തരുടെയും കണ്ണിലുള്ളത് നിസ്സഹായത മാത്രമാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ പച്ചക്കറി, പലചരക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇവിടെ ചേച്ചിമാർ കുറച്ച് പേർ ഇന്നത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. 200ഓളം പേർ സമരത്തിലുണ്ട്. ഈ 200ഓളം പേർക്ക് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കണം. എല്ലാവരും ഈ തുരുത്തിലുള്ള എല്ലാവരും തന്നെ സഹകരിച്ചാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചേച്ചി, കുറേ ദിവസമായില്ലേ ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു? എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലേ? ഇന്ന് 4ാമത്തെ ദിവസമാണ്. നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര്, ഞങ്ങൾക്കത് വസ്ത്രമൊക്കെ മാറണ്ടേ, പോയി ഒന്ന് കുളിച്ചൊക്കെ വന്നതാണ്. രാത്രി ഇവിടെ തങ്ങിയിട്ട് പോയിട്ട് കൊച്ചു വരേണ്ട. കൊച്ചിനായിട്ട് ഇന്നലെ രാത്രി 12 മണിയായപ്പോഴാണ് കുഞ്ഞിനായിട്ട് അതുങ്ങൾ ഇവിടെ നിന്ന് പോയേക്കണം. ഇപ്പം എത്തും അതുങ്ങ. ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ കൊണ്ട് പാസ്സായി കിടക്കണല്ലേ, അതൊന്ന് പണിത് തന്നൂടെ. ഞങ്ങൾ വെള്ളം കയറുമ്പോൾ ഇവിടെ വന്ന് തങ്ങും. നേരം വെളുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ വെള്ളം ഇറങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. പിന്നെയും വെള്ളം കയറുമ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ കയറി ഈ കായലിൽ ഈ കുഞ്ഞു വഞ്ചിക്കൊക്കെ കുഞ്ഞു കൊച്ചുങ്ങളായിട്ടും ആലോചിച്ചൊക്കെ ഞങ്ങളുടെ ജീവിതം അതറിയാമോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഞങ്ങളുടെ നടുമുതൊന്നുമില്ല, തുടച്ച് വൃത്തിയാക്കി പോരും, വീണ്ടും ചെല്ലും, വീണ്ടും തുടക്കും. ഇപ്പം ചെന്നൊന്ന് നോക്കുക, ഞങ്ങൾ വെളുപ്പിന് ശ്വാസം മുട്ടും, മഞ്ഞ് കൊണ്ടിട്ട് ശ്വാസം മുട്ടും, ഛർദിലൊക്കെ ആയിട്ട് വീട്ടിൽ പോയി കിടന്നു. ഇപ്പോൾ കുളിച്ചിവിടെ വന്നു. വീടൊക്കെ അങ്ങനെ തന്നെ കിടക്കണേ, പാടില്ല ഇനി ചെയ്യാനായിട്ട്. വളരെ കഷ്ടമാണ് അരുൺകുമാർ ഇവരുടെ അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ തണുപ്പ് എങ്ങനെയാണെന്ന്. ഈ തണുപ്പത്താണ് ഇവിടുത്തെ കാർ പോർച്ചിൽ ഇവർ ഈ 3 ദിവസമായി കിടക്കുന്നത്. കൊതുക് ശല്യം, അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകയാണ്. സ്വന്തം അക്കരെ, അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കുന്ന സ്ഥലത്ത് വീടുണ്ട്, പക്ഷെ വീട്ടിൽ പോയി കിടക്കാനുള്ള നിവൃത്തിയില്ല ഇവർക്ക്. അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് മന്ത്രി. നമുക്ക് ജില്ലയിൽ തന്നെ മന്ത്രിയുണ്ട്, മന്ത്രി ഉറപ്പ് പറയുകയും ചെയ്തതാണ്. പക്ഷെ മന്ത്രിയുടെ ഉറപ്പ് ഒരു രീതിയിലും പാലിക്കപ്പെട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായി. കുറച്ചു പേർ രാവിലെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിക്കാനായി വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. മറ്റുള്ളവർ കൂടുതൽ പേരും ഇവിടെ അടുത്തുള്ള ഈ ചാത്യാത്ത് പള്ളിയിലാണ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത്. കാരണം ജിഡയുടെ ഓഫീസിൽ പൂട്ടിക്കിടക്കുകയാണ്. ഉദ്യോഗസ്ഥർ 3 ദിവസമായി ഇങ്ങോട്ടേക്ക് വരുന്നില്ല. വെള്ളം കൊണ്ടുവരുന്നത് ഇവർ തുരുത്തിൽ നിന്ന് വലിയൊരു ടാങ്കിലാക്കി വള്ളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് നിറയ്ക്കുകയാണ്. ആ വെള്ളം ഉപയോഗിച്ചാണ് ഇവർ ഭക്ഷണമെല്ലാം പാകം ചെയ്യുന്നത്. ചേട്ടാ, വലിയ ഉറപ്പായിരുന്നു മന്ത്രി പി രാജീവ് ഈ സമരം തുടങ്ങിയ ദിവസം പറഞ്ഞത്, ഇന്നലെ അടിയന്തര യോഗം ചേരുമെന്ന്. എന്തുകൊണ്ടാണ് അത് പാലിക്കപ്പെടാതെ പോയത്? എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. പിന്നെ രാജീവ് സാറിൻ്റെ അസൗകര്യമായിരിക്കുള്ളൂ. കാര്യം ഇന്നലെ വിളിച്ചിട്ടാണ് രാജീവ് സാർ ഇത് അറിഞ്ഞതായിട്ട് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുന്ന പുള്ളി ഉച്ചവരെ 2-3 മണി വരെ എന്തോ അവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിളിച്ച് പറയാൻ നടന്ന് നമ്മുടെ കൗൺസിലറും വിളിച്ച് പറഞ്ഞത്. കാര്യം പെട്ടെന്നാണ് ഞങ്ങൾ വിളിച്ച് ഇത് രാജീവ് സാർ ഇത് അറിഞ്ഞിരുന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്നാണ് നമ്മൾ അറിയിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ചേട്ടനോടാണല്ലോ മന്ത്രി സംസാരിച്ചത്. അതെ, എന്നോട് സംസാരിച്ചത് എന്നോടാണ്. സംസാരിച്ചിട്ടാണെങ്കിലും സാറ് പറഞ്ഞത് നിങ്ങൾ അടിയന്തരമായിട്ട് തന്നെ ഞാനൊരു മീറ്റിംഗ് വിളിച്ച് കൂട്ടാം എന്ന് പറഞ്ഞ്. പക്ഷെ അത് ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങളത് പ്രതീക്ഷിച്ച്, പക്ഷെ അത് നടന്നില്ല. അത് എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് ഇന്നിപ്പോൾ ഇനി കൗൺസിലറോട് വിളിച്ചിട്ട് ചോദിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ ഇന്ന് മേയറായിട്ട് വിളിച്ച് ചോദിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അരുൺകുമാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും സ്ത്രീകളും കുട്ടികളും കുഞ്ഞുങ്ങളും വൃദ്ധരും ഒക്കെ സമരം ചെയ്യുകയാണ്. അവർക്ക് മിനിയാന്ന് നൽകി ഉറപ്പാണ് ഇന്നലെ അടിയന്തര യോഗം ചേരുമെന്ന്. ആ യോഗം ചേരാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക, അല്ലെങ്കിൽ അത് എപ്പോൾ ചേരുമെന്ന് അറിയിക്കുക, അല്ലെങ്കിൽ ദിവസം പറയുക. ഇവർക്കത് എന്ന് നടക്കുമെന്നൊന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ അതുപോലും കൃത്യമായി ഇവരെ അറിയിക്കുക പോലും ചെയ്യുന്നില്ല. TJ വിനോദ് MLA വഴിയാണ് ഇവർ പല കാര്യങ്ങളും മന്ത്രിയുമായി പോലും സംസാരിക്കുന്നത്. എന്തായാലും അടിയന്തര യോഗം ചേരുമെന്ന ഒരു ഉറപ്പ് മാത്രം വിശ്വസിച്ചിരിക്കുകയാണ് ഇവർ. ചേച്ചി,
സമരം തുടരാൻ തന്നെയാണ് വലിയ കഷ്ടപ്പാടിലൂടെയല്ലേ കടന്നു പോകുന്നത്? കടന്നു പോകണം. അതെ, ഞങ്ങൾ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. എന്തെങ്കിലും ഒരു തീരുമാനമാകാതെ ഞങ്ങൾ പോണില്ല. 3 ദിവസമായിട്ട് ഈ തണുപ്പത്തും കൊതുകൊക്കെ കടിച്ചും ഈ കാർപോർച്ചിലല്ലേ കിടക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളൊക്കെ തുടങ്ങണുണ്ട്. പല്ലുവേദനയായിട്ടും പനിയായിട്ടും കുഞ്ഞു 1 വയസ്സാകാത്ത കുഞ്ഞു കൊച്ചു വരെ ഇവിടെ ഉണ്ട്. ഈ ശരിയാണ് സൈഫു, സാധാരണ രീതിയിൽ അങ്ങനെയല്ല. മന്ത്രി പി രാജീവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് സാധിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഈ മന്ത്രിസഭയിൽ അങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ല മന്ത്രി പി രാജീവ്. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രി പി രാജീവിന് പോലും ആ ഉറപ്പ് പാലിക്കാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും മന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ ഇടപെടണം. കുറച്ചുപേരാണ്, 50-55 കുടുംബത്തിന്റെ വിഷയമാണ്. അവിടെ പണം അനുവദിച്ചിട്ടുണ്ട്. CSR വിഷയമാണ്. അത് തീർച്ചയായിട്ടും ആ റെഗുലേഷൻ അനുസരിച്ച് അത് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ നിർമ്മിക്കാൻ പറ്റുമെന്ന് പറയുക. ഇനി അത് നിർമ്മിക്കാൻ പറ്റില്ല എന്നെങ്കിൽ ഈ പാവപ്പെട്ടവരെ അത് പറഞ്ഞ് മോഹിപ്പിക്കരുത്. അവർ മറ്റെന്തെങ്കിലും വഴികൾ തേടും. അവരുടെ അവസ്ഥ വളരെ മോശമാണ്. റിപ്പോർട്ടർ TV അവരുടെ ദൃശ്യങ്ങളും ആ വീടിൻ്റെ ദൃശ്യങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഞങ്ങൾ എന്തായാലും ഈ സമരക്കാർക്കൊപ്പം തുടരും. മന്ത്രി വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാവും. ഈ മനുഷ്യർക്കൊപ്പം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതുവരെ റിപ്പോർട്ടർ TV അവർക്കൊപ്പം തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടൊരു അന്തിമ തീരുമാനം, എന്തെങ്കിലും ഒരു തീരുമാനം അത് അവരെ അറിയിക്കുക എന്നുള്ളൊരു മിനിമം ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാതിരിക്കരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മന്ത്രി